വാട്ട് ഈസ് ക്രിയ യോഗ എന്ന് പറഞ്ഞാൽ ഇത് നിറയെ പേര് വിചാരിച്ചു പുതിയ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ശൈവ സിദ്ധാന്തം, സിദ്ധ മെഡിസിൻ, വർമ്മ, വാസി യോഗ, കായകൽപ്പ യോഗ, സരയോഗ ഇതെല്ലാം ചേർന്നിട്ടുള്ള ശക്തി അത്രയും ചേർന്നിട്ടുള്ള ഒരു മിക്സറാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ തിരുവണ്ണാമലയിൽ ഇവിടെ രണ്ടുപേർ ചെയ്ത് കാണിച്ചു. ആരൊക്കെ? അത് ഒരു സ്വാമി പുക വടിവത്തിൽ അങ്ങനെ പോകുന്നതും തിരിച്ചു വന്ന് ഇവിടെ ഇത് വീഡിയോയിലും കാണിച്ചു. ഈ യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിദ്ധ റിസർച്ച്, ഇപ്പോൾ സിദ്ധ റിസർച്ച് യൂണിറ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട് റിസർച്ച്. അതേമാതിരി ഇതൊക്കെ കൊണ്ടുവരണം. സ്വാമിജി, രജനീകാന്ത് എല്ലാ വർഷവും ഈ ബാബാജിയെ ദർശിക്കാനായിട്ട് പോവാറുണ്ട്. അപ്പോൾ ബാബാജി ഉണ്ട് 2000 വർഷമായി അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. ഇതിലെത്രത്തോളം? അതായത് ക്രിയ ബാബാജി എന്ന് പറയുന്നത് ഒന്ന് ചെന്നൈ പറങ്കിപ്പേട്ട എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നൈയിലാണ്. ചെന്നൈ പറങ്കിപ്പേട്ടയിൽ വെച്ചാൽ നാഗരാജനാണ്. നാഗരാജൻ. അപ്പോൾ അങ്ങേര് ഇപ്പോൾ ജനിച്ച വീട് ഇപ്പോൾ ഒന്ന് പൂജ അവർ ക്ഷേത്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങേര് ഇവിടെ നിന്ന് ഒരു 5 വയസ്സായിരിക്കുമ്പോൾ കൽക്കട്ട, അത് അവിടെ ഒന്ന് കുറച്ച് സന്യാസ ഗ്രൂപ്പിലോട് ജോയിൻ ചെയ്തു. ഇത് അവിടെ പോയി എന്തൊക്കെ പഠിക്കണമെന്ന് പഠിച്ചിട്ട് അത് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ബോഹറ കതിർഗാമത്തിൽ വെച്ചാണ് കാണുന്നത്. കതിർഗാമം. അപ്പോൾ കതിർഗാമം ഞാൻ പോയിരുന്നു 2000 ഇപ്പോൾ ഒരു 4 കൊല്ലത്തിന് മുമ്പ് പോയിരുന്നു. അവിടെ ബാബാജിക്ക് വിഗ്രഹമുണ്ട്. കതിർഗാമത്തിൽ വെച്ച് ക്ലാസ് എടുത്തു. അതായത് ക്രിയാ യോഗ എന്ന് പറയുന്ന അവിടെ ആക്ച്വൽ ഫൗണ്ടർ അഗസ്ത്യർ അങ്ങേര് വന്ന് ബോഹ മഹർഷി കൊടുത്ത്, ബോഹറാണ് ക്രിയ ബാബാജിക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ശേഷം അങ്ങേര് പറയാണ്, നിങ്ങളിവിടെ നേരെ കുറ്റാലത്തിൽ പോവുക. അഗസ്ത്യർ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ വിളിച്ചാലും വരും. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ക്ഷേത്രമുണ്ട്, അവിടെ പോയിരുന്ന് അഗസ്ത്യർ ഇതിന് വീണ്ടും ക്ലാസ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ഇവിടെ പോകാൻ പറഞ്ഞു. ആ മല ഇപ്പോൾ ഉണ്ടല്ലോ, ദൂണഗിരി, അതിൻ്റെ പേര് ദൂണഗിരി. അപ്പോൾ അവിടെ പോകാനുള്ള വിശേഷം എന്തോന്ന്, വേറെ പല ഈ ശംഖിൻ്റെ ഷേപ്പാണ് ഇത് ശംഖുണ്ടല്ലോ, അത് ഷേപ്പിലാണ് ആ ഗുഹ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇരുന്നാൽ ഓംകാരം കേൾക്കും. ശംഖിൻ്റെ അകത്ത് നിങ്ങൾ കയറുന്ന ഓംകാരം കേൾക്കും. ഇപ്പോൾ ഓംകാരം തുടങ്ങിയല്ലോ അത് ഇവർ കേൾക്കും. അപ്പോൾ ഇതേമാതിരി ഗുഹ ഇപ്പോൾ ഒന്ന് കമ്പത്തിലും ഉണ്ട്, കാമാക്ഷി ഗുഹ. ഈ ശംഖിൻ്റെ വടിവത്തിലാണ്. അകത്ത് നിങ്ങൾ കയറിയ കാതിൽ ഓം കേൾക്കും, കുണ്ടലിനി റൈസ് ആയിക്കോളും. അത് ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാ. കാമാക്ഷി ഗുഹ സെയിം ഇത് ഓംകാർ കേൾക്കുന്ന ഗുഹയാണ്. ആർക്കും അറിയില്ല. ഞാൻ അവിടെ പോയി ഒരു കുറച്ച് കാലത്തിന് മുമ്പ് പോയിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളവർ അറിയാതെ അതിൻ്റെ ഷേപ്പ് ഉടച്ച് കളഞ്ഞു. അതിൽ ഒരു ശംഖത്തിൽ ഇങ്ങനെ ഓപ്പണിങ് ഇരുന്ന ഒരു ഓപ്പണിങ് അത് കോൺക്രീറ്റ് ഇട്ട് അടച്ചു. ഈ ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടച്ച് ശംഖ് ഇപ്പോൾ ഒന്ന് റൂമായിട്ട് മാറി. ഇത് ആര് ഐഡിയ കൊടുത്തെന്ന് അറിഞ്ഞുകൂടാ. ശരി, ഈ ക്രിയ ബാബാജി അപ്പോൾ ഒന്ന് ഇങ്ങനൊരു അകത്തിയെടുത്ത് പഠിച്ചിട്ട് ഇവിടെ വന്നു. വാട്ട് ഈസ് ക്രിയ യോഗ എന്ന് പറഞ്ഞാൽ ഇത് നിറയെ പേര് വിചാരിച്ചു പുതിയ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ശൈവ സിദ്ധാന്തം, സിദ്ധ മെഡിസിൻ, വർമ്മ, വാസി യോഗ, കായകൽപ്പ യോഗ, സരയോഗ ഇതെല്ലാം ചേർന്നിട്ടുള്ള ശക്തി അത്രയും ചേർന്നിട്ടുള്ള ഒരു മിക്സറാണ്. അങ്ങയുടെ ടീച്ചിങ്ങിൽ വന്ന് നിങ്ങൾ സരയോഗ ടെക്നിക്ക് വരുന്നുണ്ട്, വർമ്മ വരുന്നത് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സിദ്ധ ട്രഡീഷനുള്ളതാണ്. പക്ഷേ ഇത് ഇന്നും പുറത്ത് ഫുള്ളാக വന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാബാജി ഗുഹയിൽ പോയപ്പോൾ അവിടെ അങ്ങനെ നോർത്ത് ഇന്ത്യൻ കോണ്ടാക്റ്റാണ് വന്നത്. അപ്പോൾ അവർക്ക് വന്ന ശിഷ്യന്മാർക്ക് അവരുടെ കപ്പാസിറ്റി കണക്കാക്കി ക്രിയ യോഗ ഇൻ 6 സ്റ്റേജാണ് പറഞ്ഞു കൊടുത്തത്. 6 സ്റ്റേജ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ് ഇവർ പഠിച്ച് അങ്ങനത്തെ യോഗാനന്ദ പരമഹംസ കൊണ്ട് അമേരിക്കയിൽ ഇല്ലാണ്ട് 6 ഇന്ന് ലോകം ഫുള്ളായിരിക്കുന്നത്. അപ്പോൾ അതന്നെ ഇപ്പോൾ കേരളത്തിലുള്ളത് യോഗട സത്സംഗിൽ 6 സ്റ്റേജ് ഉള്ളതാണ് ടീച്ചിങ്. പക്ഷേ 16 സ്റ്റേജിലുള്ളത് ഇപ്പോൾ തമിഴിലുണ്ട്. ഞാൻ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Day 1 ഒவ்வொരുത്തിനും ഹെഡിങ് ഇട്ട് ക്രിയ ബാബാജി എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ വെച്ച് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. അതിൽ എന്തെന്ന് വെച്ചാൽ സിദ്ധവൈദ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ദേഹത്തിൽ യോഗ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബോഡി ഹീറ്റ് ഉണ്ടായി സ്കിന്ന് വഴിയാ ടാക്സിൻ പോകും, അതിന് എന്ത് മരുന്ന് അപ്ലൈ ചെയ്യുക, ഇതൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കായകൽപ്പ ടെക്നിക്ക് ചെയ്യുന്നതിനെ മരുന്ന് എങ്ങനെ അത് സിദ്ധന്മാരുടെ ഇത് അതിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ തലയുടെ അകത്ത് ട്രയാങ്കുലർ എനർജി ഫ്ലോ 6 ട്രയാങ്കിൾ വർമ്മയിലുള്ളതാണ്, അത് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു പാക്കേജാണ് 16 days ഉള്ള ക്രിയായോഗ. അതാണ് ഫുൾ ക്രിയായോഗ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു IAS റിട്ടയർഡ് IAS അവർ തമിഴിൽ ബുക്ക് എഴുതിയിട്ടുണ്ട്. ക്രിയായോഗ ഇൻ 16 സ്റ്റേജസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുവരെ ലോകത്ത് അറിയാത്തത്. 6 സ്റ്റേജ് വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ളവർ പഠിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലുള്ളവർ പഠിക്കാവുന്നത് ക്രിയായോഗ ഇൻ 16 സ്റ്റേജസ് അങ്ങനെയുള്ളത് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ക്രിയായോഗ നിങ്ങൾ പറയുന്നത് അങ്ങനെ സമാധി, അരൂപ സമാധി. സമാധി ഇപ്പോൾ അതേ കാണാൻ പറ്റില്ലല്ലോ. അത് അരൂപ സമാധി എന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കൽ ബോഡി അബ്സോർബ്ഡ് ഇൻ ടു ആസ്ട്രൽ ബോഡി. ഇത് പാർട്ട് ഓഫ് എന്തോന്ന് ടെലിപോർട്ടേഷൻ അവരിങ്ങനെ അബ്സോർവ് ചെയ്യും, എവിടെ വേണമെങ്കിലും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും, ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അത് അബ്സോർവ് ചെയ്യും, തിരിച്ചു പോകും. അറ്റോമിക് ഇത് ഒന്ന് കൺവേർഷൻ, സ്റ്റേജ് കൺവേർഷൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ തിരുവണ്ണാമലയിലൂടെ 2 പേര് ചെയ്ത് കാണിച്ചു. തിരുവണ്ണാമലയിൽ ഇപ്പോൾ ഒരു 15 കൊല്ലത്തിന് മുമ്പ്. ആരൊക്കെ? അത് ഒരു സ്വാമി പുക വടിവത്തിൽ അങ്ങനെ പോകുന്നതും തിരിച്ചു വന്ന് ഇവിടെ ഇത് വീഡിയോയിലും കാണിച്ചു, സൺ ടി വിയിലാണ് കാണിച്ചത്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് മിനിറ്റിന് അതിൻ്റെ പേര് അരൂപ സമാധി. നിങ്ങൾക്ക് വന്ന് അരൂപ സമാധി അതിലുള്ള സ്റ്റേജിൽ അവർ എത്തി. ബാബാജി ഇങ്ങനെയുള്ളതിന് മാണിക്യ വാസകർ ചെയ്തിട്ടുണ്ട്, രാമലിംഗ വള്ളലാർ ചെയ്തിട്ടുണ്ട്, കാരക്കാൽ അമ്മയാർ ചെയ്തിട്ടുണ്ട്, പട്ടണത്താർ ശിവലിംഗം മാറി. അപ്പോൾ ശിവലിംഗമാണ് ഇപ്പോൾ തിരുവറ്റിയൂരിൽ പൂജയിലിരിക്കുന്നത്. ഇതൊക്കെ അവർ സിദ്ധർ ചെയ്യുന്നു. നിങ്ങൾ പോയാൽ അവർ ആസ്ട്രലിൻ്റെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ദേവ ആവശ്യമുണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡിയിലും ദർശനം തരും. ഇതൊക്കെ ഇന്ത്യയിൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇത് അമേരിക്ക പുറത്തുള്ളവർക്ക് ഇത് ടെക്നിക്ക് അവർ അത് ഇങ്ങനെ അവർ മിസ്റ്റിക് എന്തോന്ന് മിസ്റ്റിക് എന്ന് പറഞ്ഞ് മിസ്റ്ററി എന്ന് പറയും. ഈ അമേരിക്കക്കാർ ഇപ്പോൾ ഈ ഇത്തരം യോഗ അത്തരം അവരുടെ റിസർച്ചിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇത്തരം ഈ അവർ പറഞ്ഞ ഈ മിസ്റ്ററി ആയതുകൊണ്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നും കുഴപ്പം ഇതുവരെ റിസർച്ച് യൂണിറ്റ് ഇല്ല. അതെല്ലാം ഞാൻ പറയുന്നത്. അവർ റിസർച്ച് യൂണിറ്റ് ചെയ്യുന്നുണ്ട്. സരയോഗയിൽ വെച്ച് ലങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ സരയോഗയിൽ പറഞ്ഞാൽ എല്ലാം കറക്റ്റാണ്, എല്ലാം അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്ത് സ്റ്റഡി ചെയ്തപ്പോൾ കറക്റ്റാണെന്ന് അവർ സയൻറ്റിഫിക് ലാബ് വെച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ സ്വാമിയാരൊക്കെ ഇവിടെ നിന്ന് നല്ല കളക്ഷൻ വാങ്ങിച്ച് പുറത്ത് ഒരു 186 കൺട്രിയിൽ ഞാൻ സ്വത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ഇവർ മരിച്ച ശേഷം അവനെ എടുത്തോളൂ. ഇന്ത്യയിലുള്ളപ്പോഴും പുറത്ത് പോവുകയാണ്. ഇതാണ് നടക്കുന്നത്. ഇതിവിടെ റിസർച്ച് എന്തുകൊണ്ട് വയ്ക്കാത്തത്? ഇപ്പോൾ കേരളത്തിൽ റിസർച്ച് യൂണിറ്റ് ഉണ്ടാക്കണം. വർമ്മയിൽ റിസർച്ച് യൂണിറ്റ് ഇല്ല, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇല്ല. പക്ഷേ വർമാണികൾ ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് പേരുണ്ട്. പഠിപ്പിക്കാൻ എവിടെ കാലിച്ചിരിക്കുന്നു ഇല്ലേ? അപ്പം മറ്റേ സിദ്ധവൈദ്യനൊക്കെ പഴി വാങ്ങിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവരെ ഇടയിലൊക്കെ ശല്യപ്പെടുത്തി. ഇടയ്ക്ക് ഡോക്ടേഴ്സ് പിന്നെ മോഹനൻ ഡോക്ടർമാരെ മാത്രം ചികിത്സിച്ചാൽ മതി, ഇവർ ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. നാട്ടുവൈദ്യത്തിൽ അതിൽ ഈ മോഹനൻ മോഹൻ ഇവിടെ കോവളത്തിൽ വേറെ അങ്ങേര് അല്ല, ഇവിടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഒരുപാട് വൈദ്യന്മാരുണ്ട്. അതുകൊണ്ട് വൈദ്യന്മാരൊക്കെ ചേർന്ന് ബാങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നെയ്യാറ്റിൻകര അപ്പുറം ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. ഞാൻ പോയി സിദ്ധവൈദ്യൻ ബാങ്ക് വെച്ച് അവർ അത്രയും വളർന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതാണ് ഉള്ളത്. സോ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഈ യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിദ്ധ റിസർച്ച് യൂണിറ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട് റിസർച്ച്. അതേമാതിരി ഇതൊക്കെ കൊണ്ടുവരണം. വർമ്മ ഒരു കോളേജെങ്കിലും കൊണ്ടുവരണം. വർമ്മ ഡിപ്ലോമ കോഴ്സ്, ഡിഗ്രി കോഴ്സ് കൊണ്ടുവരാതെ ചുമ്മാ ആസാം മരുന്ന് പറഞ്ഞാൽ അതിനെ സ്ട്രീം ലൈൻ ചെയ്യണം. പക്ഷെ അതിന് ബാക്കി മരുന്ന് കമ്പനിക്കാരും മറ്റ് ബിസിനസ്സുകാരും സമ്മതിക്കുമെന്ന് അതന്നെ. അത് നിങ്ങൾക്ക് മെഡിക്കൽ മഫിയ അവരെ മീറി ഒന്നും ചെയ്യാൻ പോകില്ല. അവർ വെൽ സ്ട്രക്ചേർഡ് ഒരു அமைப்பு ഇരിക്കുന്നത്. നമുക്ക് യൂണിറ്റി ഇല്ല, ഓർഗനൈസ് ചെയ്യാൻ ആളില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ അത് അവർ മറ്റവരെയും ഒരു ശല്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജാക്കബ് വടക്കഞ്ചേരി അങ്ങേര് ഇങ്ങനെ പറയുന്ന കുറച്ച് ശല്യം. അങ്ങേര് ഇപ്പോൾ എൻ്റെ ഞാൻ ഇപ്പോൾ ഇന്ന് നാഷണൽ വർമ്മ സെമിനാർ നടത്തി ഗാന്ധി ഭവനിൽ ട്രിവാൻഡ്രത്ത്. അതിലവരൊക്കെ വന്നിരുന്നു. അവർ അപ്രീഷിയേറ്റ് ചെയ്തു. എൻ്റെ അപ്രോച്ചാണ് നല്ലത്. ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ വിത്തൗട്ട് ടച്ചിങ് ദി ബോഡി വർമ്മ പോയിന്റുകൾ ആക്ടിവേറ്റ് ചെയ്ത് ഹീൽ ചെയ്യുന്ന ടെക്നിക്ക്, അതാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇറ്റ് ഈസ് ഇന്നോവേറ്റീവ് യോഗ, ട്രഡീഷണലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് കാലിക്കറ്റിൽ ഒരു രാജേഷ് കുരുക്കൾ അങ്ങേര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്യാംലാലിന് കോളേജ് മറ്റേ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. അവർ കുറച്ച് പഠിച്ചിട്ട് പോയി. ഇവർ കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു സംശയം, ബാബാജി 6 യോഗ വിദ്യകളാണ് വെളിയിൽ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഉള്ളത് ഇപ്പം അങ്ങേപ്പോലുള്ളവരാണ് ബാക്കി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യുന്നു. പക്ഷേ ഇനി അങ്ങയുടെ കാലം കഴിയുമ്പോൾ ഇത്തരം നമുക്കുണ്ടായിരുന്ന ഇത്തരം അറിവുകൾ നഷ്ടപ്പെടുകയില്ലേ? അത് നിങ്ങളെമാതിരി ആളുകൾ തന്നെ സ്റ്റെപ്പ് എടുക്കണം. എനിക്ക് അമേരിക്കയിൽ നിന്നൊരു ലേഡി വന്ന് എൻ്റെ കൂടെ താമസിച്ച് പഠിച്ച് 6 മാസം പഠിച്ചിട്ട് അവർ ചർച്ചിൽ സ്വീഡൻബോർഗ് ചർച്ചിൽ നിന്ന് ഒരു ട്രഡീഷണൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ PhD ക്ലാസ് എന്നെ ഗൈഡായിട്ടിരുന്നു.
അതുപോലെ ഇപ്പോൾ ലണ്ടനിൽ ഒരു ലേഡിയെ ഞാൻ ടീച്ചറായിട്ട്, അമേരിക്ക എല്ലായിടത്തും ഉണ്ട്, ശ്രീലങ്കയിലുണ്ട്, ഇത് ജപ്പാന്, മറ്റേ ജപ്പാനല്ല ഫ്രാൻസ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇന്ത്യക്കാരന് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ഞാൻ കൊട്ടെടുത്ത് അടിച്ചുകൊണ്ടേ നടക്കണം. അതിനുവേണ്ടിയാണ് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടുള്ളത്, നിങ്ങൾ അടിച്ചുകൊള്ളത് പറഞ്ഞു. എനിക്കത് വരുന്ന തലമുറകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ജീവിതശൈലി മാറാൻ പറ്റിയ മാറും അല്ലേ, മരുന്നുകളിൽ നിന്നൊക്കെ വിട പറഞ്ഞ് മാറി നല്ലൊരു ലൈഫ് കിട്ടും. അതെ, തീർച്ചയായിട്ടും സ്വാമിജി, അതെ, ഒരുപാട് അറിവുകൾ ഈ കുറച്ച് നിമിഷം കൊണ്ട് നമ്മൾ പങ്കുവെക്കാൻ പറ്റി. നന്ദി. നമസ്കാരം.